ദ വുമൻ ഇൻ ക്യാബിൻ 10 നെറ്റ്ഫ്ലിക്സിൽ പുതുതായിട്ട് റിലീസായ സൈമൺ സ്റ്റോൺ സംവിധാനം ചെയ്ത് കീറ നൈറ്റ്ലി പ്രധാന വേഷത്തിൽ വന്ന ഇംഗ്ലീഷ് സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമയാണിത്. ഇന്ന് ഈ സിനിമയെക്കുറിച്ച് ലോറ ബ്ലാക്ക്ലോക്ക് എന്ന ഒരു ജേർണലിസ്റ്റ് ഒരു ആഡംബര കപ്പലിൽ ഒരു യാത്രയ്ക്ക് പുള്ളിക്കാരിക്ക് ക്ഷണം ലഭിക്കുന്നു. കപ്പലിൽ ഒരു അസാധാരണ ക്രൈമിന് പുള്ളിക്കാരി സാക്ഷിയാകുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമാണ് ഈ സിനിമ പറയുന്നത്. റൂത്ത് വെയർ എഴുതിയ ഇതേ പേരിലുള്ള നോവലിന്റെ ചലച്ചിത്രാവിഷ്കാരമാണ് ഈ പടം. സംവിധായകനും മറ്റു രണ്ടുപേരും ചേർന്നാണ് ഇതിന്റെ തിരക്കഥ ഒരുക്കിയിട്ടുള്ളത്. ഒറ്റ വാക്കിൽ ഒരു ആവറേജിന് താഴെ നിൽക്കുന്ന മിസ്റ്ററി ത്രില്ലറാണിത്. വലിയ സംഭവമോ പുതുമയോ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പടം കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് അഗത ക്രിസ്റ്റിയുടെ ഡെത്ത് ഓൺ ദ നൈൽ സിനിമയാണ് ഓർമ്മ വന്നത്. ആ ഒരു ടൈപ്പ് പടമാക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. പോസിറ്റീവ്സ് പറയുകയാണെങ്കിൽ മനോഹരമായിട്ടുള്ള ക്യാമറ, ലൊക്കേഷൻ, അതുപോലെ തന്നെ നല്ല മേക്കിംഗ് ക്വാളിറ്റിയും പടത്തിനുണ്ട്. പടം മുഴുവനും വളരെ റിച്ച്നെസ് ഫീൽ ചെയ്യുന്ന വിഷ്വൽസ് ആണുള്ളത്. സോ ഇങ്ങനെ കണ്ടിരിക്കാനായിട്ട് നല്ല രസമാണ്. സിനിമയുടെ ലെങ്ത്തും വളരെ കുറവാണ്. സോ പെട്ടെന്ന് കണ്ടു തീർക്കാനും പറ്റും. നായിക ലോറ ആയിട്ട് വന്ന കീറ നൈറ്റ്ലി നല്ല പെർഫോമൻസ് ആയിരുന്നു. ഗെയ് പിയേഴ്സ്, ഡേവിഡ് ഏജല, ബാക്കി അഭിനയിച്ച എല്ലാ താരങ്ങളുടെ പെർഫോമൻസ് ഒക്കെ നീറ്റാണ്. ബെൻ ഡേവിസ് ആണ് ഈ സിനിമയുടെ ക്യാമറ നിർവഹിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ല, നല്ല വിഷ്വലുകളാണ് ഈ സിനിമയ്ക്കുള്ളത്. ടോപ്പ് ആംഗിൾ വ്യൂസ്, അതായത് കപ്പലിന് പുറത്ത് കാണിക്കുന്ന കുറച്ച് ഏരിയൽ ഷോട്ട്സ് ഒക്കെ, അതുപോലെ കപ്പലിന് ഉൾവശം കാണിക്കുന്ന ഭാഗങ്ങൾ ഒക്കെ നൈസ് ആണ്. ഇങ്ങനെ ഈ ഒരു കിടിലൻ വിഷ്വൽസ് ആണ് ഇത് കാണാനായിട്ട് എന്നെ പ്രേരിപ്പിച്ച പ്രധാന ഘടകം എന്ന് പറയാം. നല്ല പ്രൊഡക്ഷൻ ക്വാളിറ്റി, കളർ ടോൺ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ പടത്തിനുണ്ട്. അതൊക്കെ കൊള്ളാം. മിസ്റ്ററി വളരെ ആവറേജ് ആൻഡ് ക്ലീഷേ ആയി പോയി എന്നതാണ് മെയിൻ നെഗറ്റീവ് ആയിട്ട് പറയാനുള്ളത്. വളരെ സാധാരണമായിട്ടുള്ള സ്ക്രിപ്റ്റ് ആയിപ്പോയി. ഒരു പുതുമയൊന്നും ഫീൽ ചെയ്തില്ല. എല്ലാ കാര്യങ്ങളും വളരെ സർഫസ് ലെവലിൽ മാത്രമേ പറഞ്ഞു പോയിട്ടുള്ളൂ. ഒരു ഗംഭീര സസ്പെൻസ് എന്നൊന്നും പടത്തിന് പറയാനില്ല. കഥാപാത്രങ്ങളുടെ എഴുത്തിലൊന്നും കാര്യമായിട്ട് ഡീറ്റെയിലിംഗ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു ഇമോഷണൽ ഡെപ്ത് ഒക്കെ തോന്നുന്നതും വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ കാണുന്നവർക്ക് വലിയ ഇമോഷണൽ കണക്ഷൻ ഒന്നും ഫീൽ ചെയ്യില്ല. ഒരുപാട് ത്രില്ലർ സിനിമകളൊക്കെ കണ്ടിട്ടുള്ളവർക്ക് ഇതിന്റെ മിസ്റ്ററി വളരെ ഈസി ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റും. ചുരുക്കത്തിൽ റിച്ച് വിഷ്വലുകളുള്ള പുറംപൂച്ചും പത്രാസും ആഡംബരവും ഒക്കെ ഉണ്ടെങ്കിലും കാമ്പില്ലാത്ത തിരക്കഥ കൊണ്ട് ഒരു ബിലോ ആവറേജ് അനുഭവമായിട്ട് മാറിയ ഒരു സിനിമയായിട്ടാണ് എനിക്ക് വുമൻ ഇൻ ക്യാബിൻ 10 തോന്നിയത്. ആഡംബര കപ്പലിലെയും കടലിലെയും കുറച്ച് നല്ല ഷോട്ടുകൾ ഒക്കെ കൊണ്ട് വെറുതെ ഇങ്ങനെ കണ്ടിരിക്കാനായിട്ട് പറ്റും എന്ന് മാത്രം. സോ ഒരുപാട് പ്രതീക്ഷയില്ലാതെ കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് വലിയ കുഴപ്പമില്ലാത്തൊരു സിനിമ എന്ന് തോന്നിയേക്കാം. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് വിദേശ സിനിമകൾ കണ്ടിട്ടുള്ളവർക്ക് അങ്ങനെയൊന്നും തോന്നാൻ സാധ്യതയില്ല. അവർക്ക് ഞാൻ പറഞ്ഞ പോലെ ആയിരിക്കും ഫീൽ ചെയ്യുക. പടം നെറ്റ്ഫ്ലിക്സിൽ നിങ്ങൾക്ക് കാണാം. 1 മണിക്കൂർ 35 മിനിറ്റ് മാത്രമാണ് റൺ ടൈം. 18+ ഒന്നുമല്ല, ചെറിയ ചില വയലൻസ് സീനുകളൊക്കെ ഉണ്ടെന്ന് മാത്രം. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുമല്ലോ. ശരിയാണ്.